Hi guys, ഈ ക്ലാസ്സിൽ ഞാൻ ഗവർണറിനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. Who is the governor? Governor is the normal executive head of a state. ഒരു സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ്, യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പോലെ തന്നെ സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന് ചോദിക്കുമ്പോൾ അത് ഗവർണറാണ്. He forms an important part in the state legislature and he acts as the chief executive head. Chief executive head. ഇനി ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് how is governor appointed? The Indian president appoints governor for each state by a warrant under his hand and seal. Central government is responsible to nominate governor for each state. എല്ലാ സ്റ്റേറ്റിലെയും ഗവർണറിനെ നോമിനേറ്റ് ചെയ്യാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് എന്നിട്ട് പ്രസിഡൻറ്റിനെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ പ്രസിഡൻ്റാണ് ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി പ്രസിഡൻഷ്യൽ പോസ്റ്റോ അല്ലെങ്കിൽ പോലെ തന്നെ ഒരു ഡയറക്റ്റ് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനോ ഗവർണറുടെ പോസ്റ്റിനില്ല. അൺലൈക്ക് elections of president, there is no direct or indirect elections for the post of governor. Office of a governor is not a part of union executive and is an independent constitutional office. അതായത് യൂണിയൻ ഗവൺമെൻറ് ഭാഗം യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമൊന്നുമല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. ദ ഗവർണർ ഡസ് നോട്ട് സെർവ് ദ യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി ആക്റ്റീവ് ഇല്ല, അതുപോലെ തന്നെ അവരുടെ സബോർഡിനേറ്റും അല്ല എന്നാണ് പറയുന്നത്. ദ നോമിനേഷൻ ഓഫ് എ ഗവർണർ ബൈ ദ യൂണിയൻ and his appointment by the president in India is based on Canadian model. കാനഡയിലെ ആ ഒരു മോഡലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അതായത് നോമിനേഷൻ, പ്രസിഡൻറ്റിൻ്റെ നോമിനേഷനും അതുപോലെ യൂണിയൻ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്നതും പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആ പ്രോസസ്സ് യൂണിയൻ ഗവൺമെൻറ് അത് കനേഡിയൻ മോഡലിലാണ് നമ്മൾ ഇത് എടുത്തത്. ഇനി ടേം ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ. സിൻസ് ദി ഗവർണർ ഹോൾഡ്സ് ദി ഓഫീസ് അണ്ടർ ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്. പ്രസിഡൻ്റ് ഇഷ്ടമനുസരിച്ചാണ് ഗവർണർ ആക്ട് ചെയ്യുന്നത്. ഗവർണറിനെ ഇംപീച്ച് ചെയ്യാനൊന്നും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പറ്റില്ല. വൺസ് പ്രസിഡൻറ്റ് അയാൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹി ക്യാൻ റിമൂവ് എനി ടൈം അറ്റ് ദ പ്ലഷർ. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഹിസ് ഓഫീസ് ഹാസ് നോ എനി ഫിക്സഡ് ടേം. അയാളുടെ ഓഫീസിന് ഒരു ഫിക്സഡ് ടേം ഇല്ല. പ്രസിഡൻറ്റ് ക്യാൻ റിമൂവ് എ ഗവർണർ ഓൺ ദി ഗ്രൗണ്ട് സച്ച് ഹി മേ റിമൂവ് ആസ് ദ നോട്ട് ലെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ പ്രൂവൺ മിസ്ബിഹേവിയറോ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനോ അങ്ങനെയുള്ള ഒരു മാൻഡേറ്ററി ആയുള്ള കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ല. ആകെ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, പ്രസിഡൻറ്റ് ഹാവ് ദ റൈറ്റ് ടു റിമൂവ് എ ഗവർണർ. Governor may also get transferred from one state to another by president. പ്രസിഡൻറ്റിന് ഗവർണറിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരവുമുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എന്തൊക്കെയാണ് ഒരു ഗവർണറിന് ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഫോർമോസ്റ്റ് ആയുള്ള കാര്യം ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കാര്യം he should be 35 years or more. 35 വയസ്സിൽ മേൽ പ്രായമായിരിക്കണം ആർക്ക്? ഗവർണർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ. ഇനി അടുത്ത് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഹിസ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആവശ്യമുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഹി കനോട്ട് ബി എ മെമ്പർ ഓഫ് ലോക്സഭ ഓർ രാജ്യസഭ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഗവർണർ, ഒരു സ്റ്റേറ്റിലെ ഗവർണർക്ക് ഒരിക്കലും ഒരു രാജ്യസഭ മെമ്പർ ആവാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ലോക്സഭ മെമ്പറും ആവാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനു മുമ്പ് തന്നെ അയാൾ ആ പോസ്റ്റ് രാജിവെച്ചിട്ട് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഗവർണറിൻ്റെ ഓഫീസിലേക്ക് കയറിയിരിക്കണം. He has been a member of either house. He should vacate the seat on his first day of entering the governor's office. ഗവർണറുടെ ഓഫീസിൽ കയറുന്ന ആദ്യത്തെ ദിവസം തന്നെ ആയിരിക്കണം അദ്ദേഹം ആ ഒരു ഏതെങ്കിലും ഒരു ഹൗസിൽ നിന്ന് അവർ റിസൈൻ ചെയ്തിരിക്കണം. He should not hold any office of profit. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവരുത്. ഫോർ ഹിസ് റെസിഡൻസ്, രാജ്ഭവൻ എന്നാണ് ഗവർണറുടെ ഒഫീഷ്യൽ റെസിഡൻസിന് നമ്മൾ പറയുന്നത്. പാർലമെൻ്റ് ആണ് ഗവർണറിൻ്റെ അലവൻസും സാലറിയും അതുപോലെ തന്നെ എമോൾമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പാർലമെൻ്റ് ആണ്. ഇനി ഹി ഗെറ്റ്സ് ഇമ്മ്യൂണിറ്റി ഫ്രം ഓൾ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഈവൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് പേഴ്സണൽ ആക്ട്സ്. അതായത് ഗവർണർ ആ ഓഫീസിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സോ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആക്ട് വഴി അദ്ദേഹം ചെയ്തെങ്കിൽ പോലും വൺസ് അയാൾ ആ ഓഫീസിലിരിക്കുകയാണെങ്കിൽ ഹി കനോട്ട് ബി അറസ്റ്റഡ് ഫോർ എ ക്രിമിനൽ പ്രൊസീഡിങ്സ്. അത് ആ പൊസിഷന് അദ്ദേഹത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അല്ല, ആ പൊസിഷന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഹി ഈസ് എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, സോ വി ഹാവ് ടു റെസ്പെക്ട് ഹിം. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു എക്സംഷൻ കിട്ടുന്നത്. ഇനി അറസ്റ്റ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഓഫ് ഗവർണർ കനോട്ട് ടേക്ക് പ്ലേസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓൺലി സിവിൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് എഗൻസ്റ്റ് ഗവർണർക്കെതിരെ ഒരു സിവിൽ പ്രൊസീഡിങ്സ് മാത്രമായിരിക്കും നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ആ പ്രൊസീജിയർ
ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ പോലും 2 മാസം മുമ്പേ നോട്ടീസ് കൊടുക്കണം. 2 months prior notice shall to be give to the governor for taking any civil proceedings against him. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ 2 മാസം മുമ്പ് തന്നെ ഒരു നോട്ടീസ് കൊടുക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആണ്. ഒന്നാമത്തെ കാര്യം എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ ഗവർണർ ആണ്. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ എവറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെൻറ്, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ഷാൽ ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് അല്ല, ഗവർണർ. ആ സ്റ്റേറ്റിലെ ഗവർണറുടെ ഇതനുസരിച്ചായിരിക്കും, നെയിമിനനുസരിച്ചായിരിക്കും ഏതൊരു എക്സിക്യൂട്ടീവ് ആക്ഷനും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്റർ ആൻഡ് ദി അതർ മിനിസ്റ്റേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ആർ അപ്പോയിൻറ്റഡ് ബൈ ഹിം. ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഗവർണറായിരിക്കും. ഇനി ഹി അപ്പോയിൻറ്റ്സ്, അടുത്താണ് ഹി അപ്പോയിൻറ്റ്സ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ AG അഡ്വക്കേറ്റ് ജനറലിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഗവർണറായിരിക്കും. ഇനി അടുത്തതാണ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഗവർണർ. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ ഡിസോൾവ് ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസിഡന്റിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം, ഗവർണറിന് അധികാരമുണ്ട്. ഇറ്റ്സ് ഇൻ ഹിസ് പവർ ടു പ്രൊറോഗ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഡിസോൾവ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ നിയമസഭയിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയെ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. അടുത്തത് രണ്ടാമത്തെ കാര്യം ഹി അഡ്രസ്സസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ദ ഫസ്റ്റ് സെഷൻ ഓഫ് എവറി ഇയർ. ആദ്യത്തെ സെഷനിൽ ഫസ്റ്റ് ഇനാഗുറൽ സെഷനിൽ പ്രസിഡന്റ് ആയിരിക്കും, ഗവർണർ ആയിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. അത് ആ ഒരു അസംബ്ലി അഡ്രസ്സ് ചെയ്യുന്ന ഗവർണറായിരിക്കും. ഇഫ് ദ സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഇൻ ആബ്സെൻറ്റ് ദ സെയിം ഡേ ഡെപ്യൂട്ടി സ്പീക്കർ ഓൾസോ ആബ്സെൻറ്റ് ദ ഗവർണർ അപ്പോയിൻറ്റ്സ് എ പേഴ്സൺ ടു പ്രിസൈഡ് ഓവർ സെഷൻ. ആ സെഷൻ കൂടാൻ നേരത്ത് ഡെപ്യൂട്ടി ചെയർമാനും അതുപോലെ തന്നെ ചെയർമാനും ഡെപ്യൂട്ടി സ്പീക്കറും ആബ്സെൻ്റ് ആണെങ്കിൽ ഗവർണറാണ് ഡിസൈഡ് ചെയ്യുന്നത് വേറെ ആരായിരിക്കണം ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഗവർണറാണ് പിന്നെ നിശ്ചയിക്കേണ്ടത്. ഇനി അടുത്താണ് പിന്നെ വേറൊരു കാര്യം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സെഷനിൽ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് പറയുന്ന പോലെ തന്നെ ഗവർണർക്കും ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 213 പ്രകാരം പ്രസിഡന്റ് ആണെങ്കിൽ 123 123 പ്രകാരം ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ ഗവർണർ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ഇഷ്യൂ ഓർഡിനൻസ് അണ്ടർ ആർട്ടിക്കിൾ 213 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട്സ് എല്ലാം അക്കൗണ്ട്സ് PSC കമ്മീഷൻ്റെ അക്കൗണ്ട്സ്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ അക്കൗണ്ട്സ്, അങ്ങനെയുള്ള എല്ലാ അക്കൗണ്ട്സും ഗവർണറുടെ മുമ്പിലാണ് സമർപ്പിക്കേണ്ടത്. ഇനി അടുത്ത കാര്യം ഫിനാൻഷ്യൽ പവർ ഓഫ് ഗവർണറാണ്. ഫിനാൻഷ്യൽ പവർ എന്ന് വെച്ചാൽ കോണ്ടിജൻസി ഫണ്ട് ഓഫ് എ സ്റ്റേറ്റ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവർണർ. കോണ്ടിജൻസി ഫണ്ട്, അതായത് എന്തെങ്കിലും അത്യാവശ്യമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഫണ്ട്, കോണ്ടിജൻസി ഫണ്ടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗവർണർക്കായിരിക്കും. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 5 years. എവറി 5 years, എല്ലാ 5 വർഷവും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവർണറായിരിക്കും. എല്ലാ 5 വർഷവും അത് അപ്പോയിൻറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനായിരിക്കും ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഹി ടേക്സ് ഓവർ ദ സ്റ്റേറ്റ് ബഡ്ജറ്റ് ആൻഡ് ബീങ് ലേഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ബഡ്ജറ്റ് സമർപ്പിക്കേണ്ടതും ഒരു സ്റ്റേറ്റിലെ നിയമസഭയിൽ ബഡ്ജറ്റ് സമർപ്പിക്കുന്നതും അദ്ദേഹമായിരിക്കും. ഇനി അടുത്ത ജുഡീഷ്യൽ പവർ ഓഫ് ദി ഗവർണറാണ്. ഹി ഹാവ് ദ റൈറ്റ് ടു പാർഡൺ, റിപ്രൈവ്, റിസ്പൈറ്റ്, റെമിറ്റ്, കമ്മ്യൂട്ട്. അതായത് കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കുക, റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റിന് ജുഡീഷ്യൽ പവറാണ് പറയുന്നത്. ജുഡീഷ്യൽ പവർ ഓഫ് ദ പ്രസിഡന്റ് ഈസ് മെൻഷൻഡ്, അങ്ങനെയാണ് പറയുന്നത്. പാർഡൺ ചെയ്യാനുള്ള അധികാരമുണ്ട്, വെറുതെ വിടാനുള്ള, റിപ്രൈവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. റിപ്രൈവ് എന്ന് പറഞ്ഞാൽ വേറൊരു ചെറിയൊരു സെൻറ്റൻസ് കൊടുക്കുക. റെസ്പൈറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, റെമിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, കമ്മ്യൂട്ട് ചെയ്യാൻ ഷോർട്ടൺ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഗവർണർക്കുണ്ട്. ഇനി പ്രസിഡന്റ് കൺസൾട്ട്സ് ദ ഗവർണർ വൈൽ അപ്പോയിൻറ്റിംഗ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വേളയിൽ ഗവർണറിനെ റെക്കമെൻഡ് ചെയ്യുക, ഗവർണറിൻ്റെ അനുവാദം പ്രസിഡന്റ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ആർട്ടിക്കിൾ 154 പറയുന്ന അനുസരിച്ച് ഗവർണർ ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. Governor is the executive head of the state and officers subordinate to him according to all the executive actions are performed in the name of him. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ആർട്ടിക്കിൾസ് ആണ് ഗവർണറിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ ആർട്ടിക്കിൾ 153 ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ഗവർണേഴ്സ് ഓഫ് എ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 155 അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ. ആർട്ടിക്കിൾ 156
ടേം ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ ആർട്ടിക്കിൾ 157 ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ ആർട്ടിക്കിൾ 358 കണ്ടീഷൻസ് ഓഫ് ഗവർണേഴ്സ് ഓഫീസ് ആർട്ടിക്കിൾ 360 ഡിസ്ചാർജ് ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ഗവർണർ ഇൻ സെർട്ടൻ കോണ്ടിജൻസീസ് അവർ ഡിസ്ചാർജ് നടത്താനുള്ള ഒരു ചില കാര്യങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള അധികാരം പറയുന്നതാണ് ആർട്ടിക്കിൾ 160. ഇനി അടുത്തത് ആർട്ടിക്കിൾ 161 പവർ ഓഫ് ദ ഗവർണർ ടു ഗ്രാൻഡ് പാർഡൻസ് ആൻഡ് അതേഴ്സ് പാർഡൻ ചെയ്യാനുള്ള മാപ്പ് കൊടുക്കാനുള്ള അധികാരം പറയുന്നത് ആർട്ടിക്കിൾ 161 എന്നുള്ള കാര്യം. ഇനി ആർട്ടിക്കിൾ 223 അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ബൈ ഗവർണർ ഗവർണർ ഷാൽ അപ്പോയിൻറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 233. അടുത്ത ആർട്ടിക്കിൾ 234 അപ്പോയിൻമെൻറ്റ് ഓഫ് എ പേഴ്സൺ ടു ദ ജുഡീഷ്യൽ സർവീസ് ഓഫ് ദി സ്റ്റേറ്റ് ബൈ ഗവർണർ അതായത് ജഡ്ജസ് അല്ലാണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ സർവീസിലേക്ക് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രോസസ്സും ആരാണ് ചെയ്യുന്നത്? ഗവർണറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗവർണറെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.